ഒരാപത്തിലും നിന്നെ പെടുത്തുവാൻ അരുന്ധതി അനുവദിക്കില്ല. ഇത്രയും കാലം അവൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മനസ്സിലായി. എന്നാൽ ഇളയമ്മ അരുന്ധതിയെ പറ്റി പറയുന്നത് എന്തിനാണ്? മറ്റു പടയാളികളില്ലേ? അല്ല പുത്രി, രൂപനഗരത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ഗൂഢാലോചനകളും കുതന്ത്രങ്ങളും കാർമേഘം പോലെ പടർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് വാക്ക് നൽകൂ അരുന്ധതി. നീ ഇന്നു മുതൽ രൂപവതിയുടെ നിഴലായി കഴിയേണ്ടതാണ്. ഒരാപത്തും കൂടാതെ രൂപവതിയെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കടമയാണ്. പ്രതിസന്ധികൾ രൂപവതിയുടെ അടുത്ത് എത്തിച്ചേരുന്നതിന് മുൻപ് ആ പ്രതിസന്ധികളെയെല്ലാം നീ തന്ത്രപൂർവ്വം അകറ്റേണ്ടതാണ്. നമുക്ക് വാക്ക് നൽകൂ. മഹാറാണി സുമതിയുടെ നാമത്തിൽ പ്രതിജ്ഞയെടുത്ത് നാം വാക്കു നൽകുകയാണ്. ഇന്നു മുതൽ രൂപവതിയുടെ സുരക്ഷ മാത്രമാണ് നമ്മുടെ ഒരേ ഒരു ശ്രദ്ധയും ലക്ഷ്യവും കർത്തവ്യവും. യാതൊരു വിധത്തിലുള്ള ആപത്തും രൂപവതിയെ സ്പർശിക്കാൻ അനുവദിക്കില്ല. ഇനി അതിനുവേണ്ടി നമുക്ക് പ്രാണൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും രണ്ടാമതൊരിക്കൽ കൂടി ചിന്തിക്കില്ല. മഹായജ്ഞം? എന്ത് മഹായജ്ഞം? പൂർവ്വരാജമാതാവ് സുമതിയുടെ ജന്മദിനത്തിന്റെ വേളയിൽ മഹാരാജാവ് വിക്രമദേവൻ മഹായജ്ഞം നടത്തുകയാണ്. അപ്പോൾ എന്താണങ്ങ് പറഞ്ഞു വരുന്നത്? രാജകുടുംബത്തിന്റെയും അതുപോലെ ആ രാജ്യത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ഈ മഹായജ്ഞം നടത്തുകയാണല്ലോ, അങ്ങനെയല്ലേ? തീർച്ചയായും. ഇനി യജ്ഞത്തിൽ തടസ്സം നേരിടുകയാണെങ്കിൽ മഹാരാജാവിന്റെ മനോബലം തകരുന്നതാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അശാന്തനാണ്. ഇനി യജ്ഞം കൂടി പൂർണ്ണമായിട്ടില്ലെങ്കിൽ അദ്ദേഹം മാനസികമായി പൂർണ്ണമായും തകരുന്നതാണ്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നത്? ഇത് യഥാർത്ഥ അവസരമാണെന്നല്ലേ? അതുകൊണ്ട് നാം വീണ്ടും ഉടൻ രൂപനഗരത്തിന്മേൽ ആക്രമണം നടത്തുന്നതാണ്. വളരെ 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 നല്ലത്, വളരെ നല്ലത്. ഇത്തവണ നാം നമ്മുടെ മായാശക്തി പ്രയോഗിക്കുന്നതാണ്. ഇതുപോലെ ആ മഹായജ്ഞത്തിന്റെ അഗ്നി കൊണ്ട് മഹാരാജൻ വിക്രമദേവന്റെ സകല ആഗ്രഹങ്ങളും സകല സ്വപ്നങ്ങളും കത്തിയമർന്ന് ഭസ്മമായി തീരുന്നതാണ്. അതുപോലെ നമുക്ക് വേണ്ടി ആ കർമ്മം ചെയ്യുന്നത് ആ ഗന്ധർവനായിരിക്കും. ഇനിയെല്ലാം ഭസ്മമായി തീരുന്നതാണ്. വിക്രമദേവൻ ഭസ്മമായി മാറുന്നതാണ്, ഭസ്മമായി തീരുന്നതാണ്. ഗന്ധർവൻ, ഗന്ധർവൻ, മനസ്സിലായോ? ഇന്നു മുതൽ നിനക്കുള്ള ഒരേ ഒരു ലക്ഷ്യമെന്നത്
രൂപനഗരത്തിന്റെയും അതുപോലെ വിക്രമദേവന്റെയും വിനാശം വരുത്തുക മാത്രമാണ്. രാക്ഷസ റാണി ജോഡില വിജയിക്കട്ടെ.